ലയണൽ മെസ്സിയെക്കുറിച്ചുള്ള കൗതുകകരവും നിങ്ങളിൽ അധികമാർക്കും അറിയാത്തതുമായ ചില പ്രധാന രഹസ്യങ്ങളുണ്ട്. അതെന്തെല്ലാമാണെന്ന് നോക്കിയാലോ? 1. കോക്കക്കോല മെഷീൻ മാറ്റേണ്ടി വന്ന സാഹചര്യം. ബാഴ്സലോണയിൽ പെപ് ഗ്വാർദിയോള പരിശീലകനായിരുന്ന കാലത്ത് മെസ്സിക്ക് സോഡയോടും ശീതളപാനീയങ്ങളോടും വലിയ ആർത്തിയായിരുന്നു. കളിയിലെ ശാരീരിക ക്ഷമതയെ ഇത് ബാധിക്കുമെന്ന് ഭയന്ന കോച്ച് ഗ്വാർദിയോള ഒടുവിൽ ട്രെയിനിംഗ് ഗ്രൗണ്ടിലെ മെസ്സിയുടെ ലോക്കർ റൂമിന് സമീപത്തുണ്ടായിരുന്ന കോക്കക്കോല വൈൻഡിംഗ് മെഷീൻ തന്നെ അവിടെ നിന്ന് മാറ്റാൻ ഉത്തരവിടുകയായിരുന്നു. 2. മദ്യപിച്ചാൽ മാത്രം മെസ്സി സംസാരിക്കുന്ന ഒരു ഭാഷയുണ്ട്. സ്പെയിനിലെ കാറ്റലോണിയയിലാണ് മെസ്സി വർഷങ്ങളോളം ജീവിച്ചതെങ്കിലും സാധാരണയായി അദ്ദേഹം തന്റെ മാതൃഭാഷയായ സ്പാനിഷ്, അർജന്റീനിയൻ ശൈലി മാത്രമാണ് സംസാരിക്കാറുള്ളത്. എന്നാൽ ബാഴ്സലോണയുടെ കിരീട വിജയങ്ങൾക്ക് ശേഷമുള്ള പാർട്ടികളിൽ മദ്യപിച്ചു കഴിഞ്ഞാൽ താരം അവിടുത്തെ പ്രാദേശിക ഭാഷയായ കാറ്റലൻ സംസാരിക്കാൻ തുടങ്ങാറുണ്ടെന്ന് സഹതാരങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. 3. സ്പെയിനിൽ വിമാനങ്ങൾക്ക് മുകളിലൂടെ പറക്കാൻ അനുമതിയില്ലാത്ത ഒരു വീടുണ്ട്. സ്പെയിനിലെ ബാഴ്സലോണയിലുള്ള മെസ്സിയുടെ വീടിനു മുകളിലൂടെ വിമാനങ്ങൾക്ക് പറക്കാൻ അനുമതിയില്ല. എന്നാൽ ഇത് താരത്തിന് നൽകിയ പ്രത്യേക പദവി കൊണ്ടല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ വീട് സ്ഥിതി ചെയ്യുന്ന ഗാവ എന്ന പ്രദേശം കടുത്ത പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങളുള്ളതും യുനെസ്കോയുടെ പ്രത്യേക സംരക്ഷിത മേഖലയിൽ ഉൾപ്പെടുന്നതുമായതിനാലാണ്. ഇനി മെസ്സിയുടെ വീട് അവിടെ തന്നെ വെച്ചത് ഈ സുരക്ഷ കൂടി കരുതിയാണോ എന്ന് ചോദിച്ചാൽ അല്ലെന്നും പറയാനാകില്ല. 4. ക്ലിനോമാനിയ എന്ന പ്രത്യേകത. കഠിനമായ മത്സരങ്ങൾക്ക് ശേഷം സ്വസ്ഥമായി കൂർക്കം വലിച്ച് ഉറങ്ങാനിഷ്ടപ്പെടുന്ന വ്യക്തിയാണ് മെസ്സി. കുട്ടിക്കാലത്ത് ഒരു ദിവസം 12 മണിക്കൂറിലധികം മെസ്സി ഉറങ്ങാറുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ സഹോദരി വെളിപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ സമയവും കട്ടിലിൽ തന്നെ ചിലവഴിക്കാനും ഉറങ്ങാനുമുള്ള ഈ താൽപ്പര്യത്തെ ക്ലിനോമാനിയ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. 5. റൊസാരിയോ എന്ന ചെ ഗുവേരയുടെ അതേ ജന്മനാട്. ലോകപ്രശസ്ത വിപ്ലവകാരി എനസ്റ്റോ ചെ ഗുവേര ജനിച്ച അതേ നഗരത്തിലാണ് ലയണൽ മെസ്സിയും ജനിച്ചു വളർന്നത്. അർജന്റീനയിലെ റൊസാരിയോ എന്ന ഈ നഗരത്തിലെ തെരുവുകളിലെ വലിയ ചുവർ ചിത്രങ്ങളിൽ ഇന്നും ഈ 2 വ്യത്യസ്ത ഇതിഹാസങ്ങളുടെയും ചിത്രങ്ങൾ ഒരുപോലെ ഇടം പിടിച്ചിരിക്കുന്നത് കാണാം. ഒരിക്കലും അസ്തമിക്കാത്ത നക്ഷത്രങ്ങൾ എന്നാണ് റൊസാരിയോക്കാർ ഇരുവരെയും കുറിച്ചു അഭിമാനത്തോടെ പറയാറുള്ളത്.